നമ്മൾ രണ്ട് ക്ലാസ് ആമുഖത്തിൻ്റെ പാർട്ട് 1 പാർട്ട് 2 എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ആമുഖത്തിൻ്റെ ഈ മൂന്നാമത്തെ ഭാഗം കാണുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആമുഖം പറഞ്ഞ സമയത്ത് അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏതൊക്കെയായിരുന്നത്? പരമാധികാരം അഥവാ സോവറിൻ, സ്ഥിതി സമത്വം സോഷ്യലിസ്റ്റ്, മതേതരം സെക്യുലാർ, ജനാധിപത്യം ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് നീതി ജസ്റ്റിസ്, സ്വാതന്ത്ര്യം ലിബർട്ടി, സമത്വം ഇക്വാലിറ്റി, സാഹോദര്യം ഫ്രാറ്റേണിറ്റി. ഇത് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ഓർഡറിലാണ് ഇപ്പം ഇവിടെ എഴുതിയിട്ടുള്ളത്. ആമുഖത്തിൽ പിന്നെ തുടക്കം മുതൽ കൊടുത്ത അവസാനം വരെ കൊടുത്ത വേർഡ് അതേ ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഓർഡറിൽ തന്നെ ഓർമ്മിച്ച് വെക്കുക. കാരണം ഓർഡർ ആക്കാനൊക്കെ ചോദിക്കാറുണ്ട്. അതേ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കുന്നത് നമ്മൾ ഇതിലെ ഓരോ വേർഡ്സിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി അതിനു മുമ്പ് നമുക്ക് ആദ്യം പറയാനുള്ളത് നമ്മുടെ ആമുഖം ചില വിഷയങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ആമുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്? ഭരണഘടനക്കകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. സോ അവിടെ പ്രധാനമായിട്ടും 4 ഘടകങ്ങൾ ആമുഖം വ്യക്തമാക്കുന്നു എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ 4 ഘടകങ്ങൾ? ഒന്നാമത് ഭരണഘടനയുടെ അധികാരത്തിന്റെ ഉറവിടം. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അധികാരം എവിടെ നിന്നാണ്, ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നൊക്കെ ആമുഖത്തിൽ പറയുന്നുണ്ട്. എവിടെ നിന്നാണ്? ഭാരതത്തിലെ ജനങ്ങളിൽ നിന്നാണെന്ന് ആമുഖം വ്യക്തമാക്കുന്നു. അതായത് അധികാരത്തിന്റെ ഉറവിടം ഭാരതത്തിലെ ജനങ്ങളിൽ നിന്നാണെന്ന് ആമുഖം വ്യക്തമാക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ പ്രത്യേകത. ഇന്ത്യ എന്ന രാഷ്ട്രം ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് എന്തുണ്ട് ആമുഖത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ആമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ്? ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്നുള്ളത്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ. എന്താണ് നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്നുള്ളത്? അത് ആമുഖത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് എന്തെന്ന് നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണിത്. നമ്മുടെ ഭരണഘടനയെ ഇന്ത്യ തീയതി 1949 നവംബർ 26. ഈ ഒരു ഡേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആമുഖത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഏക ഒരു ഡേറ്റ് കൂടിയാണ് ഈ ഒരു 1949 നവംബർ 26 നമ്മുടെ ഭരണഘടനയെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച തീയതി. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 പോയിന്റ് ഒന്നും കൂടി പറയാം. നമ്മുടെ ഭരണഘടനയുടെ അധികാരത്തിന്റെ ഉറവിടം അത് എവിടുന്നാണ്? ഭാരതത്തിലെ ജനങ്ങളിൽ നിന്നാണ്. രണ്ടാമത് ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ പ്രത്യേകത അല്ലെ, ഇന്ത്യ പരമാധികാര, സ്ഥിതി സമത്വം, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച തീയതി 1949 നവംബർ 26. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ആമുഖത്തിൽ വ്യക്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ പോയിന്റും നമ്മൾ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ വേർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് പരമാധികാരം, സോവറിൻ. പരമാധികാരം അഥവാ സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം എന്താണ് ശരിക്കും? ഇന്ത്യ എന്നത് ഒരു ആശ്രിത രാജ്യമോ മറ്റേതെങ്കിലും രാഷ്ട്രത്തിന്റെ ആധിപത്യത്തിന് കീഴിലുള്ള രാഷ്ട്രമോ അല്ല, മറിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് എന്നതാണ് പരമാധികാരം അർത്ഥമാക്കുന്നത്. അതായത് ആശ്രിത രാജ്യം എന്ന് പറയുമ്പോൾ എന്താണ്? ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ കീഴിൽ നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് ആശ്രിത രാജ്യം എന്ന് പറയുന്നത് അല്ലേ? മറ്റേതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ കീഴിലുള്ള രാഷ്ട്രം. അപ്പൊ നമ്മുടെ ഇന്ത്യ എന്താണ്? അതുപോലെയല്ല. ഇന്ത്യ വേറൊരു രാഷ്ട്രത്തിന് കീഴിലുള്ളൊരു അല്ലെങ്കിൽ ആശ്രിതമായിട്ടുള്ളൊരു രാഷ്ട്രമല്ല. എന്നാണ് ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണ്. അപ്പോൾ അതായത് നമ്മുടെ രാഷ്ട്രം ഇന്ത്യ എന്ന് പറയുന്നത്
ഒരു രാഷ്ട്രത്തിന്റെ ആധിപത്യത്തിന് കീഴിലുള്ള രാഷ്ട്രമല്ല, മറിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് എന്നതാണ് പരമാധികാരം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനർത്ഥം ഇന്ത്യയെ ഒരു വിദേശ രാഷ്ട്രവും ഭരിക്കുന്നില്ല, ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, അതിനാൽ അതിൻ്റെ ബാഹ്യവും ആഭ്യന്തരവുമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഇന്ത്യക്കുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളാണ്, അല്ലേ? പുറകിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളോ ഒന്നുമല്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ആരാണ്? നമ്മളാണ്. പുറമേ നിന്നുള്ള ഇടപെടലുകൾ നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റ്, UN, കോമൺവെൽത്ത് ഓഫ് നേഷൻ തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളിൽ അംഗമാണെന്നത് ഇന്ത്യയുടെ പരമാധികാരത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. സോ ഇന്ത്യ ഒരു അന്താരാഷ്ട്ര സംഘടനയിൽ അംഗമാണെന്നുള്ളതോ അല്ലെങ്കിൽ അംഗമായത് കൊണ്ട് അവർ പറയുന്നത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക്? അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അതിലൊന്നും ജോയിൻ ചെയ്യുന്നതിനോ അതിൽ നിന്ന് പിന്മാറുന്നതിനോ ഉള്ള അധികാരമുണ്ട്. ഓക്കെ, ഈ സംഘടനകളിലൊക്കെ അംഗമായത് കൊണ്ട് അവർ പറയുന്ന അതേപോലെ കേൾക്കണം, അങ്ങനെ ഒരു റൂളും ഇല്ല. ഓക്കെ, ഇനി ഈ സംഘടനയിൽ നിന്ന് എപ്പം വേണമെങ്കിലും ഇന്ത്യക്ക് ക്വിറ്റ് ചെയ്യാനുള്ള അധികാരവും ഇന്ത്യക്കുണ്ട്. നെക്സ്റ്റ്, ഒരു പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യക്ക് ഒരു വിദേശ രാജ്യത്തിൻ്റെ പ്രദേശം സ്വന്തമാക്കുവാനോ ഒരു വിദേശ രാജ്യത്തിന് അനുകൂലമായി പ്രദേശം വിട്ടുകൊടുക്കുവാനോ സാധിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ പല കരാറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഏതെങ്കിലും ഒരു തർക്ക പ്രദേശമാണെങ്കിൽ വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശം വേണമെങ്കിൽ വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്ക് തിരിച്ചു വാങ്ങാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്, അല്ലെ? ഇന്ത്യൻ യൂണിയനിലേക്ക് നമുക്ക് കൂട്ടിച്ചേർക്കുവാനും അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് ഒരു പ്രദേശം വിട്ടുകൊടുക്കാനും ഉള്ള അവകാശങ്ങളൊക്കെ ആർക്കുണ്ട്? ഇന്ത്യക്കുണ്ട്. പറഞ്ഞ 4 പോയിന്റ് ഒന്നും കൂടി നോക്കാം. ഇന്ത്യ എന്നത് ഒരു ആശ്രിത രാജ്യമല്ല, അല്ലെ? മറിച്ച് ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്, അല്ലേ? പരമാധികാരം ഉള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഇന്ത്യൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആര് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. മറ്റുള്ള ആൾക്കാരുടെ ഇടപെടൽ അതിൽ ഉണ്ടാവുന്നില്ല. അതുപോലെ ഇന്ത്യക്ക് UN, കോമൺവെൽത്ത് ഓഫ് നേഷൻ തുടങ്ങിയ സംഘടനകളിലൊക്കെ ഭാഗമാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് എന്തില്ല? അവർ പറയുന്ന കേൾക്കണമെന്നോ അങ്ങനെ ഒരു റൂളും ഇല്ല. ഇന്ത്യക്ക് ആവശ്യമുള്ളപ്പോൾ അവയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിൽ തുടരാം. അതിലൊന്നും ഒരു തടസ്സവുമില്ല. ഇനി പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യക്ക് ഒരു വിദേശ രാജ്യത്തിൻ്റെ പ്രദേശം സ്വന്തമാക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് അത് വിട്ടുകൊടുക്കാനൊക്കെ ഉള്ള അധികാരമായിരിക്കുന്നുണ്ട് ഇന്ത്യക്കുണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ പരമാധികാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യയെ ഒരു രാജ്യവും നിയന്ത്രിക്കുന്നില്ല. ഇന്ത്യക്ക് സ്വന്തം വിഷയങ്ങൾ സ്വമേധയാ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്. ഓക്കെ, നമുക്കറിയാം പണ്ടൊക്കെ ബ്രിട്ടീഷുകാരൊക്കെ ആയിരുന്നു ഇന്ത്യയെ ഭരിച്ചിരുന്നത്. ആ സമയത്ത് ബ്രിട്ടീഷുകാരായിരുന്നു ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. പക്ഷെ 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 1950 നമ്മൾ റിപ്പബ്ലിക്കായി. ഓക്കെ, അതിനുശേഷം എന്തായിരുന്നു? ഇന്ത്യ ഇപ്പോൾ എന്താണ്? ഒരു സ്വതന്ത്ര രാജ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, സ്ഥിതി സമത്വം, സോഷ്യലിസ്റ്റ്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സോഷ്യലിസ്റ്റ് അഥവാ സ്ഥിതി സമത്വം എന്ന വാക്ക് കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ രൂപത്തിൽ സോഷ്യലിസ്റ്റ് ഉള്ളടക്കം ഉണ്ടായിരുന്നു. ഈ സ്ഥിതി സമത്വം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം സ്ഥിതി സമത്വം എന്ന വാക്ക് 1976 42ാം ഭേദഗതിയിലാണ് ഇന്ത്യയുടെ ആമുഖത്തിൽ ആഡ് ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ എന്തുണ്ട്? നിർദ്ദേശക തത്വങ്ങളിൽ സ്ഥിതി സമത്വം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിട്ടുണ്ട്. നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാനുണ്ട് പിന്നീട്. ഭരണഘടനയുടെ ഭാഗം 4 എന്തെന്ന് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ ഭാഗം 4 അല്ലെ? ഭരണഘടനയുടെ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഭരണഘടന രാഷ്ട്രത്തിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്, അല്ലെ? അതായത് രാഷ്ട്രം എങ്ങനെ പ്രവർത്തിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. സോ ഓൾറെഡി മാർഗനിർദ്ദേശക തത്വങ്ങളുടെ രൂപത്തിൽ ഒരു സോഷ്യലിസ്റ്റ് ഉള്ളടക്കം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഒന്നും കൂടി വായിക്കുക. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സോഷ്യലിസ്റ്റ് അഥവാ സ്ഥിതിസമത്വം എന്ന വാക്ക് കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുടെ രൂപത്തിൽ സോഷ്യലിസ്റ്റ് ഉള്ളടക്കം ഉണ്ടായിരുന്നു. ഇനി അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1955 അവഡി സമ്മേളനത്തിൽ കോൺഗ്രസ് പാർട്ടി ഒരു സോഷ്യലിസ്റ്റ് സമൂഹ മാതൃക സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രമേയം അംഗീകരിക്കുകയും അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അവഡി സമ്മേളനം 1955 അവഡി സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? ആസൂത്രണം എന്നാൽ സോഷ്യലിസ്റ്റ് ഘടനയിലായിരിക്കണമെന്ന് പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് നമ്മുടെ അവഡി സമ്മേളനം. ആസൂത്രണം എന്നാൽ സോഷ്യലിസ്റ്റ് ഘടനയിലായിരിക്കണമെന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ആൻസർ എന്തായിരിക്കണം? അവഡി സമ്മേളനം. സോ ഒന്നും കൂടി പറയാം. 1955 അവഡി സമ്മേളനത്തിൽ കോൺഗ്രസ് പാർട്ടി ഒരു സോഷ്യലിസ്റ്റ് മാതൃക സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രമേയം അംഗീകരിക്കുകയും അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. സോ 1955 അവഡി സമ്മേളനത്തിൽ കോൺഗ്രസ് പാർട്ടി എന്ത് പറയുന്നുണ്ട്? നമ്മൾ ആസൂത്രണം നടത്തേണ്ടത് ഒരു സോഷ്യലിസ്റ്റ് ഘടനയിൽ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആസൂത്രണം നടത്തേണ്ടത് ഒരു സോഷ്യലിസ്റ്റ് ഘടനയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് വായിക്കാം. ഇന്ത്യയിലേത് ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്, അതായത് പൊതു സ്വകാര്യ മേഖലകളിൽ സഹകരിച്ച് നിലകൊള്ളുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥ. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അതായത് സ്റ്റേറ്റ് സോഷ്യലിസം അല്ല. അതായത് ഇന്ത്യയിലുള്ളത് ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ്, ഒരു സ്റ്റേറ്റ് സോഷ്യലിസം അഥവാ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിലേത് ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസം അഥവാ ജനാധിപത്യ സോഷ്യലിസമാണ് നമ്മൾ പിന്തുടരുന്നത്. സോ പൊതു സ്വകാര്യ മേഖലകളിൽ സഹകരിച്ച് നിലകൊള്ളുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. അതായത് പൊതുമേഖലകളിലും സ്വകാര്യ മേഖലകളിലും സഹകരിച്ച് നിലകൊള്ളുന്ന ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിൽ ഉള്ളത്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അഥവാ സ്റ്റേറ്റ് സോഷ്യലിസം അല്ല ഇന്ത്യയിലുള്ളത്. എന്താണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ചൈന, ക്യൂബ എന്നീ രാജ്യങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസമാണ് പിന്തുടരുന്നത്. എന്താണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ എല്ലാ ഉൽപാദന മാർഗങ്ങളും ഫാക്ടറി ആയാലും വിഭവങ്ങളായാലും ഭൂമിയായാലും രാഷ്ട്രത്തിന്റെ അധീനതയിലാണ്, അല്ലെ? എല്ലാം രാഷ്ട്രത്തിന്റെ അധീനതയിലാണ്, സ്വകാര്യ വ്യക്തികളുടെ അധീനതയിലല്ല. ഇനി നമ്മുടെ ഇന്ത്യയിലെ കാര്യം അങ്ങനെയാണോ? അങ്ങനെയല്ല. നമുക്ക് സ്വകാര്യ വ്യക്തികൾക്ക് ഫാക്ടറി ഉണ്ട്, സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമിയുണ്ട്. നമുക്ക് നിയമലംഘനമല്ലാത്ത ഏത് കാര്യവും ചെയ്യാനുള്ള നമുക്ക് എന്തുണ്ട്? അവകാശം ഇവിടെയുണ്ട്. അല്ലാതെ പൂർണ്ണമായി രാഷ്ട്രത്തിന്റെ സ്വത്ത് അല്ല, അല്ലെ ഇവിടെയുള്ള എല്ലാ ഉൽപാദനവും. അതായത് ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് അഥവാ ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ആ ഉൽപാദന വിതരണ മാർഗങ്ങളുടെയും ദേശസാൽക്കരണവും സ്വകാര്യ സ്വത്തിന്റെ നിരോധനവും ഉൾപ്പെടുന്നതാണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം. അത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഈ പോയിന്റ്സ് ഒക്കെ NCERT ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് ആണ്. അപ്പം പോയിന്റ്സ് എല്ലാം 1-2 പ്രാവശ്യം വായിച്ചു നോക്കണം. അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇതൊക്കെ വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. സോ എന്താണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാ ഉൽപാദന വിതരണ മാർഗങ്ങളുടെയും ദേശസാൽക്കരണവും സ്വകാര്യ സ്വത്തിന്റെ നിരോധനവും. എല്ലാ ഉൽപാദന വിതരണ മാർഗങ്ങളുടെ ദേശസാൽക്കരണവും സ്വകാര്യ സ്വത്തിന്റെ നിരോധനവും, ഇതാണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എന്നാൽ ഇന്ത്യൻ സോഷ്യലിസം സൂചിപ്പിക്കുന്നത് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുകയും സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, അല്ലെ? ഇന്ത്യൻ സോഷ്യലിസം സൂചിപ്പിക്കുന്നത് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുക. അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട മേഖല മാത്രം നാഷണലൈസ് ചെയ്യുക, സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന രീതി.
അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് മുമ്പ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ സ്വകാര്യ സ്വത്തൊക്കെ വിനിയോഗിക്കാൻ യാതൊരു തടസ്സവുമില്ല. പക്ഷേങ്കിൽ ചില നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ചില ലിമിറ്റേഷൻസ്, നിയമപരമായിട്ടുള്ള ലിമിറ്റേഷൻസ് മാത്രമേ ഉണ്ടാകൂ. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ സോഷ്യലിസം മാർക്സിസത്തിൻ്റെയും ഗാന്ധിസത്തിൻ്റെയും സമ്മിശ്ര രൂപമാണ്. അത് ഗാന്ധിയൻ സോഷ്യലിസത്തിലേക്ക് വളരെയധികം അടുത്തു നിൽക്കുന്നു. അപ്പോൾ ഗാന്ധിയൻ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതായത് അഹിംസ, സമത്വം, അല്ലെങ്കിൽ ദരിദ്രരുടെ ഉന്നമനം, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഗാന്ധിയൻ സോഷ്യലിസം പറയുന്നത്. എന്നാൽ മാർക്സിസം എന്ന് പറയുമ്പോൾ നമ്മുടെ കാറൽ മാർക്സും ഫെഡറിക് എംഗൽസും വികസിപ്പിച്ച ഒരു കൺസെപ്റ്റാണ്. മാർക്സിസം വിഭാഗീയത ഇല്ലാത്ത ഒരു രാഷ്ട്രത്തിനായി കൂട്ടായ പരിശ്രമത്തിലൂടെ ഉൽപാദനങ്ങൾ വളർത്തുക എന്നതാണ് മാർക്സിസം. വിഭാഗീയത ഇല്ലാത്ത ഒരു രാഷ്ട്രത്തിനായി കൂട്ടായ പരിശ്രമത്തിലൂടെ ഉൽപാദനങ്ങൾ വളർത്തുക എന്നതാണ് മാർക്സിസത്തിന്റെ കൺസെപ്റ്റ്. ഇതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല, ജസ്റ്റ് ഈ ഒരു പോയിന്റ് നമുക്കിവിടെ ഓർമ്മിച്ച് വെക്കുക. അപ്പം ഇന്ത്യൻ സോഷ്യലിസം മാർക്സിസത്തിൻ്റെയും ഗാന്ധിസത്തിൻ്റെയും സമ്മിശ്ര രൂപമാണ്. അത് ഗാന്ധിയൻ സോഷ്യലിസത്തിനോട് വളരെയധികം അടുത്തു നിൽക്കുന്നു. ഇനി ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ ശേഷം അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസി ഇന്ത്യയിൽ 1991 നടപ്പിലാക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ ദുർബലപ്പെടുത്തി. ഓക്കെ, അപ്പൊ എന്നിരുന്നാലും പുതിയ സാമ്പത്തിക നയം, പുത്തൻ സാമ്പത്തിക നയം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ ദുർബലപ്പെടുത്തി. അതായത് നമ്മൾ ഗാന്ധിയൻ സോഷ്യലിസത്തിലൊക്കെ നിൽക്കുമായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. എന്നാൽ കുറച്ച് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും കൂടെയൊക്കെ വന്നപ്പം എന്ത് സംഭവിച്ചു? നമ്മൾ അതിൽ നിന്ന് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി വന്നു. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്. അപ്പം ജസ്റ്റ് ഇത് ഒരു ഓർമ്മിച്ച് നോക്കുക അല്ലേ. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ ദുർബലപ്പെടുത്തി എന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നാൽ അത് ശരിയാണോ തെറ്റാണോ ഒക്കെ ചോദിച്ചാൽ ശരിയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റാണ് നമ്മൾ സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസ്റ്റ് എന്ന ഭാഗത്ത് ഓർമ്മിച്ച് വെക്കേണ്ടത്. അപ്പോൾ ഈ പോയിന്റ് ഒന്നും കൂടി ഒന്ന് വായിച്ചു പറയാം. അപ്പം 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സോഷ്യലിസ്റ്റ് അഥവാ സ്ഥിതി സമത്വം എന്ന വാക്ക് കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശ തത്വങ്ങളുടെ രൂപത്തിൽ സോഷ്യലിസ്റ്റ് ഉള്ളടക്കം ഉണ്ടായിരുന്നു. 1955 അവഡി സമ്മേളനത്തിൽ കോൺഗ്രസ് പാർട്ടി ഒരു സോഷ്യലിസ്റ്റ് സമൂഹ മാതൃക സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രമേയം അംഗീകരിക്കുകയും അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇന്ത്യയിലേത് ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്, അഥവാ പൊതു സ്വകാര്യ മേഖലകളിൽ സഹകരിച്ച് നിലകൊള്ളുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥ ആണ്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല, അഥവാ സ്റ്റേറ്റ് സോഷ്യലിസം അല്ല. ഇനി എല്ലാ ഉൽപാദന വിതരണ മാർഗങ്ങളുടെയും ദേശസാൽക്കരണവും സ്വകാര്യ സ്വത്തിന്റെ നിരോധനവും ഉൾപ്പെടുന്നതാണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം. എന്നാൽ ഇന്ത്യൻ സോഷ്യലിസം സൂചിപ്പിക്കുന്നത് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുകയും സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക. ഇന്ത്യൻ സോഷ്യലിസം മാർക്സിസത്തിൻ്റെയും ഗാന്ധിസത്തിൻ്റെയും സമ്മിശ്ര രൂപമാണ്. അത് ഗാന്ധിയൻ സോഷ്യലിസത്തിലേക്ക് വളരെയധികം അടുത്തു നിൽക്കുന്നു. എന്നിരുന്നാലും 1991 പുതിയ സാമ്പത്തിക നയം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ ദുർബലപ്പെടുത്തി. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് നോക്കാൻ മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇത്രയും കാര്യങ്ങളുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും, നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും.